അമീബിക് മസ്തിഷ്ക ജ്വരത്തെയും കീഴടക്കി കേരളം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച തിക്കോടിയിൽ നിന്നുള്ള 14-കാരനാണ് രോഗം ഭേദമായത്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടിക്ക് സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും ഇടപെട്ടൊരുക്കിയത് രാജ്യാന്തര ചികിത്സാ സൗകര്യമാണ്. രാജ്യത്ത് തന്നെ അപൂർവമായാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച ഒരാൾ പൂർണ്ണമായും രോഗമുക്തി നേടുന്നത്. ലോകത്ത് തന്നെ ഇത്തരത്തിൽ രോഗമുക്തി കൈവരിച്ചിട്ടുള്ളത് 11 പേർ മാത്രമാണ്. 97% മരണനിരക്കുള്ള രോഗത്തിൽ നിന്ന് കുട്ടിയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ സാധിച്ചത് കൃത്യമായ ഏകോപനവും ചികിത്സയും മൂലമാണ്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മേലടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകർ കുട്ടിയുടെ രോഗലക്ഷണങ്ങൾ മസ്തിഷ്ക ജ്വരത്തിൻ്റെതാകാം എന്ന് സംശയം പ്രകടിപ്പിക്കുകയും അപകട സാധ്യതകൾ മുൻകൂട്ടി അറിയിക്കുകയും ചെയ്തു. കുട്ടിയെ തുടർന്ന് കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. മണിക്കൂറുകൾക്കകം ചികിത്സ തുടങ്ങിയിരുന്നു. കുട്ടിയുടെ ചികിത്സയ്ക്കായി ആരോഗ്യവകുപ്പ് ഇടപെട്ട് ജർമ്മനിയിൽ നിന്ന് മിൽറ്റിഫോസിൻ എന്ന മരുന്ന് എത്തിച്ചിരുന്നു. 3 ആഴ്ച നീണ്ട ചികിത്സയ്ക്കൊടുവിലാണ് രോഗമുക്തി നേടിയത്. നേരത്തെ തന്നെ രോഗം കണ്ടെത്താൻ സാധിച്ചതും പരമാവധി ലഭ്യമായ ചികിത്സകൾ മുഴുവനും കുട്ടിക്ക് ഉറപ്പുവരുത്താൻ സാധിച്ചതിനാലുമാണ് ഇത് കൈവരിക്കാൻ കഴിഞ്ഞത്. അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തയുടൻ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ശക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ജൂലൈ 5-ാം തീയതി പ്രത്യേക യോഗം കൂടിയിരുന്നു. അപൂർവ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയുമായി ചേർന്ന് പ്രാരംഭഘട്ടത്തിൽ തന്നെ രോഗം സ്ഥിരീകരിക്കാനുള്ള മോളിക്യുലാർ പരിശോധനാ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള നിർദ്ദേശങ്ങളും നൽകി. മന്ത്രി വീണ ജോർജ് വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സാ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിന് തീരുമാനിച്ചു. തുടർന്ന് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് ചികിത്സാ മാർഗരേഖ പുറത്തിറക്കി. രാജ്യത്ത് തന്നെ ആദ്യമായി അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് സമഗ്ര മാർഗരേഖ പുറത്തിറക്കി കേരളം വീണ്ടും മാതൃകയായി.